ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോണ ഒരു വ്ളോഗാണ് ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടി പോണത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ലായിക എന്ന്. അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു സുഖമില്ലായിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ ഞാൻ കുറേ ദിവസമായി വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് എല്ലാവരും കൂടെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റുമോ അവർക്ക് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുകയും ചെയ്യാം, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. പിന്നെ ഏതായാലും ഞാൻ വൈകുന്നേരം പിള്ളേർ വരുന്നവരവിടെ ഇരിക്കണ്ടേ. കറണ്ടില്ല അവിടെ കേട്ടോ. അപ്പോൾ കറണ്ട് പോയി. അപ്പോൾ വേഗം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ഏട്ടൻ വിളിച്ചിട്ടുണ്ട്, വരും. അവിടുന്ന് അമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വരുമ്പോഴേക്കും നമുക്ക് വേഗം സൺസ്ക്രീനൊക്കെ വാരി പൂത്തിയിട്ട് പോവാം. ഉണ്ണി ചെറുതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ നല്ല രസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബാക്കിയുള്ള വേറെ ഏട്ടൻ്റെയും മൂത്ത രണ്ടെണ്ണം ഉണ്ടാവും, സ്കൂളിൽ പോയിട്ടുണ്ടാവും കേട്ടോ. അവിടുത്തെ രണ്ടെണ്ണം സ്കൂളിൽ പോയി. അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കണില്ല, നമുക്ക് വേഗം പോവാം. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലൊരു കുഞ്ഞു വ്ളോഗ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് പോണത്. പൂജിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും എങ്ങനെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞോണ്ട്. എന്തായാലും ഞാൻ പോകണ്ട. അപ്പോൾ ആ ഒരു കുഞ്ഞു വിശേഷം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം പോവാം കേട്ടോ. എവിടെ പോവാണെങ്കിലും നമുക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു സംഭവം ഇല്ല. അതുകൊണ്ട് ഒരു കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ അലിക്കാക്ക വന്നു കേട്ടോ. ഓട്ടോ വരുന്നുണ്ട്. ഞാൻ ഇനി ലിപ്സ്റ്റിക്ക് ഇടുക, പൊട്ടിടുക, മുടി കെട്ടുക, വേഗം പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാല ഇട്ടിട്ടില്ല, മാല ഇടണം. ഇതൊക്കെ കിടക്കുമ്പോൾ ഒരു വെക്കനാണ് കേട്ടോ. ഇടാൻ പറഞ്ഞത് പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാലത്തേക്ക് ഒരുങ്ങി നിന്നായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അലിക്കാക്കോട് പറയട്ടെ, ഇപ്പം വരാമെന്ന് കേട്ടോ. വണ്ടിയൊക്കെ പോകും ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു പ്ലാനിങ് ആയിരുന്നു. എനിക്ക് 2 ദിവസം മുന്നേ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ തിങ്കളാഴ്ച വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിങ്കളാഴ്ച എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധാരണ ഉണ്ടായിരുന്നല്ലേ, അയ്യോ ഞാൻ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ളത്. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു 10-10:30 ആയപ്പോൾ എൻ്റെ ഒരു ഉൾവിളിയിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഒട്ടുമിക്കുന്ന കാര്യങ്ങളും എനിക്ക് ദിടിപിടിയെന്ന് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ലാക്ക് അടിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ കറക്റ്റായിട്ടൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആക്കിയിട്ട് ചെയ്യാമായിരുന്നു. എന്തായാലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടു, ഒരു പൊട്ടിട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. തന്നെയാണ് നമ്മുടെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്നെ അത് കണ്ടാൽ ചോദിക്കുക എന്തോരം മേക്കപ്പാന്നൊക്കെ. ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കണ്ടെഴുതി ഇതാ മുടിയൊക്കെ കെട്ടി വേഗം തന്നെ നമുക്ക് ഓട്ടോയിൽ കയറിയിട്ട് പോവാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അലിക്കാക്കാനെയാണ് വിളിക്കുക. അല്ലാത്ത കാര്യത്തിൽ ചേച്ചിയുടെ കുട്ടീനെ കേട്ടോ. അവർ രണ്ടാളെയാണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുക. അങ്ങനെ വണ്ടി വന്നപ്പോൾ വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ. അവിടെ പിങ്കിമുണ്ട്, അതാണ് പിന്നെ ഒരു സമാധാനം. കുഞ്ഞിതുണ്ട് കേട്ടോ അവിടെ. ആരാണ് ഹായ് പറയും? ഹായ് ഹായ് ഗൈസ് എന്ന് പറയും. നീ ചിരിക്കാൻ്റെ കാണില്ല, ഈ ചെടുങ്ങാണ്. ഹായ് ഗൈസ് എന്ന് പറയും. സുഖാണോ ചോദിച്ചോക്കാം. അയ്യോ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് പറയും. അങ്ങനെ അവരോടൊക്കെ കാര്യം പറഞ്ഞിരുന്നാൽ നമുക്ക് സമയം പോകണത് അറിയില്ല കേട്ടോ. അങ്ങനെ അമ്മ കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പിങ്കിയും കൂടെ കൂടിയിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ വഴിയിൽ പോണുള്ളവരോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ എല്ലാപ്പോഴും നമ്മളവരെ കാണാറുള്ളൂ. മറ്റേത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ കുറേ ആയിട്ട്. അതുകൊണ്ട് പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ വലിയ സന്തോഷം. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ ആരെയും കാണാൻ പറ്റുന്ന അങ്ങനെയുള്ളവരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോരാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അടുക്കളയിൽ ഭയങ്കര ധൃതിയിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അച്ഛമ്മങ്ങന്മാർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് അവർക്ക് ഉച്ചയുടെ സമയമല്ല, എല്ലാവർക്കും നല്ല പണിയില്ല. 2 നാത്തുമാരും അമ്മയും കൂടെ തകൃതി പണിയില്ല. എനിക്ക് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കയ്യും കെട്ടിയിരുന്നാൽ മതി. ബാക്കി എല്ലായിടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പണിയാണ്. 1 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കുറേ നേരം കാര്യമൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ ഒന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ പോരാൻ വേണ്ടി നിൽക്കുക. എന്താ വെച്ചാൽ എനിക്ക് കുട്ടികൾ ഇവിടെ എത്തുമ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് പോരണം. അപ്പോൾ ഞാനൊരു 3 മണിയാകുമ്പോഴേക്കും അലിക്കാക്കന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടേക്ക് ഓടിപ്പോന്നു. കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് ഞം ഉണ്ടാക്കണ്ടേ. നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഞാൻ അവിടെ നിന്ന് പോന്നു. ഒരു 3:30 ആകുമ്പോൾ അലിക്കാക്കൻ കിടന്നെ തിരിച്ച് കൊണ്ടുതരാമെന്ന് പറഞ്ഞു, ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് വല്ലപ്പോഴൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരെയും കണ്ടെന്ന് പിന്നെയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ വലിയ സമയത്ത് കുറേ നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയും എഴുത്തിയമ്മയും ശ്രുതിയൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എനിക്ക് തന്നാച്ചിട്ടുണ്ടല്ലേ, കാണിച്ചു തരേ. നാളികേരം ഏറ്റവും വേണ്ട സാധനമായിരുന്നു കേട്ടോ. അത് അമ്മ അങ്ങനെ പൊളിച്ച് വെച്ചിട്ട് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, പൊളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നാളികേരൊക്കെ അയ്യോ കാണുന്നുണ്ടോ. അപ്പോൾ ഇതാ പൊളിച്ചിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പൊളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പൊളിച്ചിട്ടാണ് നന്നായിക്കുക. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്ന് പൊളിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നാളികേരുണ്ട്. ഇത് പിന്നെ നാത്തുമാരൊക്കെ കൂടെ ആക്കി എന്നാണ്. കുറച്ച് മുന്തിരിങ്ങയും നേന്ത്രപ്പഴം പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നയച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നേന്ത്രപ്പഴമുള്ള സ്ഥിതിക്ക് നമുക്ക് വേഗം ഒരു 2 കുറ്റി പുട്ടുണ്ടാക്കാം. ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒന്ന്. ചോറിനൊന്നും കറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണക്കുട്ടി വന്ന് കുളമംഗലത്ത് പോയി മീനൊക്കെ ആക്കിയിട്ട് വേണം. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് വിശക്കില്ലേ. നമുക്ക് 2 കുറ്റി പുട്ടും ഉണ്ടാക്കാം. ഈ നേന്ത്രപ്പഴമില്ലേ ഇതും കൂട്ടിയിട്ട് അവർ വന്നാൽ കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇനി അത് ഉണ്ടാക്കാം കേട്ടോ. വേഗം ഇനി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടി പിടിക്കും. നമുക്ക് അവർ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ ചോറൊക്കെ ആക്കാൻ കുറച്ച് സമയം എടുക്കും. കറിയും കാര്യങ്ങളൊക്കെ ഇന്ന് പൊക്കോട്ട് തട്ടിക്കൂട്ടായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് മീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം വേഗം. പുട്ടാക്കിയിട്ട് എന്താക്കുക വെച്ചാൽ പുട്ടും നേന്ത്രപ്പഴമാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചോറിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം അതല്ല. അപ്പോൾ നമുക്ക് പുട്ടാക്കാം കേട്ടോ. താളികേറുണ്ടല്ലോ ഏതായാലും. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് പഴം പൊടിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ പച്ചയ്ക്കോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് അവർക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാക്കണം. അല്ലെങ്കിൽ എന്താ പറയുക വിശന്നിട്ട് കഴിക്കാൻ വരിക. അപ്പം ഇനി എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ വേഗം പുട്ടുണ്ടാക്കുക. ഇതാണ് നമ്മുടെ വീട്ടുപോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ചാടിത്തുള്ളിയൊരു പോക്കും ചാടിത്തുള്ളിയൊരു വരവുമാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കൊക്കെ ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ കൂടെ കുറച്ച് നേരം ഉള്ളെങ്കിൽ കൂടെ എല്ലാവരോടൊക്കെ കാര്യം പറഞ്ഞിരുന്നിട്ട് നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ലതാണ്. അത് എപ്പോഴെപ്പോഴും പോകുമ്പോൾ അത് വലിയൊരു സുഖമൊന്നും കിട്ടില്ല. വല്ലപ്പോഴും പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ പോയി കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും വിശേഷമൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. ഇനി എല്ലാവരോടും കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂജിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അനിയനൊക്കെയാണ് കുറച്ചൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കുഞ്ഞു കുട്ടികളും തിരക്കും കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ കിട്ടിയ സമയം സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പിള്ളേർ വരുമ്പോഴേക്കും ഇല്ലേ കയ്യോടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നാളികേരം അമ്മ തന്നയച്ചുകൊണ്ട് പുട്ടന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ പിള്ളേർക്ക് പുട്ട് ഇഷ്ടമാണേ. അതിലേക്ക് പപ്പടക്കറികൾ വേണമെന്നൊന്നുമില്ല. പപ്പടം ആയാലും അവർ കഴിച്ചോളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് അത് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതായാലും മതി. എന്ന് വെച്ചാൽ അവർ വരുമ്പോൾ ഇല്ലേ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് വലിയ എയിമൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലഹാരമാണെങ്കിൽ കുറച്ചും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അമ്പത് അത് നാളികേരൊക്കെ പൊളിച്ചിട്ടാണ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പൊളിക്കായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇനി നമുക്ക് വേഗം അങ്ങോട്ട് വെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പാടുള്ളൂ കേട്ടോ. ഇത് പൊളിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സന്തോഷം എന്നുള്ളൊരു കാര്യം. അത് കുടിച്ച് വായിൽ വെച്ചിട്ട് അതൊരു മധുരമുള്ളതാണെങ്കിൽ അതിനേക്കാളും ഹാപ്പിയാണ്. ചിലതിൽ ഈ വയലിക്കാണ്ട് ഒഴിക്കുമ്പോഴേക്കും കടന്ന് തുപ്പാൻ തോന്നും, അത്രയും പൊട്ടായിരിക്കും ചില വെള്ളം. പക്ഷെ അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ കുടിച്ചിട്ട് ഇനി വേഗം തന്നെ നമുക്ക് നാളികേരം ചിരകാൻ വേണ്ടിയിട്ട് നിൽക്കുക. കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് സമയമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ചധികം നേരം ഞാൻ മുന്നേ അങ്ങോട്ട് കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഒരു 3:30-3:45 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലൈവൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തിങ്കളാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യുക ചൊവ്വാഴ്ചയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച മുതൽ നമ്മൾ ലൈവ് ഇടും. ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ പിന്നെ അന്നത്തെ ലൈവും കാര്യങ്ങളൊക്കെ ഹുതിയാവും. വേഗം നാളികേരൊക്കെ ചിരകിയിട്ട് നമ്മുടെ ഇതില്ലേ നമ്മുടെ ചിരവ കയ്യോടെ കഴുകി അവിടെ തൂക്കി വെച്ചു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. പൊടി ഉതിർത്തി വെച്ചിട്ടുണ്ട്, നാളികേരമായി. അവിടെ നിന്ന് കയ്യോടെ അങ്ങോട്ട് തുടച്ചിട്ടു. അതിൻ്റെ പൊടിയോ കാര്യങ്ങളോ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുകുറ്റി ഒന്ന് നനച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ പൊടി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാമല്ലോ, നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ പൊടി ഇട്ട് കൊടുക്കുക, നാളികേരം ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക, അങ്ങനെ തന്നെ അതുപോലെ ആക്കിയിട്ട് പുട്ടും കുറ്റിയിൽ നിറച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിൽ ഈ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവൊക്കെ അടഞ്ഞു പോകും. ഞാൻ പറയണതാവില്ല, ഞാൻ വിചാരിക്കണതാവില്ല ഞാൻ പറയാം. അങ്ങനെയൊക്കെ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാനത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാണ്ട്, ചില സമയത്ത് അത് കട്ട് ചെയ്യേണ്ട മടിക്ക് അങ്ങനെ അങ്ങോട്ട് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടും കുറ്റിയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിനി അതാക്കാൻ വേണ്ടി വെക്കാം. ഇനി വേഗം പുട്ടാവാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രയാസമുള്ളൊരു പരിപാടി അല്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാവുകൊണ്ടും ഇതങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചേ. വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കടയിൽ നിന്ന് ഇനി 10, 20, 30 രൂപയ്ക്ക് വല്ല ബേക്കറിയോ അല്ലെങ്കിൽ സ്നാക്സ് വേറെ എന്തെങ്കിലും പൊരിക്കടി ആകുമ്പോഴും വയറും നിറയില്ല. പിന്നെ അതത്ര വലിയ നല്ല കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെയാണ് എനിക്ക് അയ്യോടാ നാളേക്കുള്ള ദോശമാവിനുള്ള അരി ഉഴുന്നിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. നേരം 4 മണി ആയിട്ടുള്ളൂ. എന്തായാലും നമുക്കൊരു 10, 10:30, 11 മണിക്ക് രാത്രി അരയ്ക്കാം. എന്തായാലും ഞാൻ കയ്യോടെ അങ്ങോട്ട് ഇടാം. ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോശ, ചമ്മന്തി, സാമ്പാർ, ചട്നി. ഇത് 2-3 ദിവസം മാറ്റി മറിച്ചായി അവർ വയറ് നിറയെ കഴിച്ചോളൂ. ഒരു 3 നേരം അവർക്കത് കിട്ടിയാലും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആ പച്ചരി ഉഴുന്നും കൂടെ എടുത്ത് വേഗം വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ 2-3 ദിവസത്തെ കാര്യം അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് നോമ്പ് എടുക്കാൻ വേണ്ടി തുടങ്ങണം പുസ്തക പൂജയുടെ. അതുകൊണ്ട് ഈ ഒരു ഉഴുന്നും പച്ചരിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഉഴുന്നും പച്ചരിയല്ല ഉഴുന്നും ദോശയും ഇഡ്ഡലിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഈ പച്ചരിയിൽ ഞാൻ കുറച്ച് ഉലുവ ഇടാറുണ്ട്. എന്നിട്ട് ഒരു 5-6 പ്രാവശ്യം പച്ചരി അങ്ങോട്ട് കഴുകി മാറ്റി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് എടുത്ത് വയ്ക്കും.
ഇത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ഒരു ഉച്ച ആകുമ്പോഴേക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തതിനെ കൊണ്ടും ഓർമ്മ കിട്ടിയത് ഇപ്പോഴായതുകൊണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വൈകിട്ട് അരയ്ക്കും, അത്രേ ഉള്ളൂ. എന്തായാലും മാവൊക്കെ നല്ലോണം പൊന്തി വന്ന് സെറ്റ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി കഴുകി മാറ്റി വെച്ചു. ഇനി ഉഴുന്ന് കഴുകുമ്പോൾ നമ്മളതൊരു 3, 4, 5 പ്രാവശ്യം കഴുകരുത്. ഉഴുന്ന് മാക്സിമം ഒരു 2 പ്രാവശ്യം ഞാൻ കഴുകാറുള്ളൂ. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഉഴുന്നിട്ട വെള്ളമില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ അരയ്ക്കാറ്. അതാവുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ല സോഫ്റ്റും നല്ല പുസ്പുസ് തന്നെ ഉണ്ടാവും. ദോശയായാലും ഇഡ്ഡലിയായാലും പൊന്തി വരികയും ചെയ്യും മാവ്. അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കാറുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ അളവ് എടുക്കാറെന്നുള്ളത്. 3 ഗ്ലാസ് 3 നാഴി പച്ചരിക്കാണെങ്കിൽ ഞാനൊരു 3/4 നാഴിയോളം, അത്ര മുക്കാലിൻ്റെ ഒരു അര 3/4 നാഴി ഉഴുന്നിടാറുണ്ട്. ഉഴുന്ന് കൂടുതലിടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് അത് വെച്ചിട്ട് ഉഴുന്ന് ഒരുപാടാകുമ്പോൾ ഉഴുന്നിൻ്റെ ഒരു മട്ടപ്പ ചോയും വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കിലാണ് ഞാൻ എടുക്കാറ്. ഇതുവരെ പാളിയിട്ടില്ല അങ്ങനെ. പിന്നെ അടുത്തത് ഇതാ പുട്ടായപ്പോൾ അതും കൂടി കുത്തിയിട്ട് നമ്മൾ അടുത്തതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. 2, 3 കുറ്റി ആയാൽ വയറ് നിറയെ 3 ആൾക്കും കഴിക്കുകയും ചെയ്യാം. ഇനി രാത്രിയിൽ മീൻകറി എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് മീൻകറി കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 2 കഷ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്തിരി കണ്ട് കൂട്ടിയിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്കിനി പുറത്തെ പരിപാടികളെന്ന് പറയുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ നിരന്തരം കിടക്കുക. അപ്പോഴാണ് ഇനി നേന്ത്രപ്പഴം കൂടെ അങ്ങോട്ട് കൈയോടെ പുഴുങ്ങാൻ ഇപ്പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരു 3-4 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചു കണ്ണുകുട്ടിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 3 എടുത്ത് പുഴുങ്ങുകയും ചെയ്തു. 3 ആൾക്ക് കഴിക്കുക. ഇനി പച്ചയ്ക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ വയ്ക്കുക. അന്നാളും ഞാനൊരു ഓണത്തിൻ്റെ ഷോർട്സിൽ ഇത് ശർക്കര കൂട്ടി പുഴുങ്ങണ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വെക്കില്ല കേട്ടോ. നമ്മൾ ഇത്തിരി വെള്ളം വെച്ചാൽ ആ ഒരു പഴം പുഴുങ്ങാനുള്ള ഇങ്ങനെ നല്ല വെന്തല്ല പഴുത്ത പഴാവുകയും വേണം. എന്നിട്ട് നല്ലോണം വെന്ത് ഉടഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ഇട്ടിട്ടാണ് പുഴുങ്ങുക. ആ ഒരുപാട് വെള്ളം വെക്കരുത് ശർക്കര ഇട്ട് പുഴുങ്ങുമ്പോൾ. എന്നിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്ത ശർക്കരയ്ക്ക് ഇതിന് പഴത്തിന് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരിക്കൽ കൂടെ പറയാം. ഇപ്പം ഞാൻ ശർക്കര ഒന്നും ഇടണില്ല, അങ്ങനെ വെറുതെ ചുമ്മാ പുഴുങ്ങിയെടുക്കണുള്ളൂ. 2 തരി ഉപ്പും കൂടെ ഇടണമെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ അതും ഇട്ടിട്ടില്ല. അതിന് നമ്മുടെ പുട്ടൊക്കെ ഒരു വിധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജിലേക്കും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ തട്ടിയൊപ്പിക്കാറുണ്ട്. മാക്സിമം ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നും ഉണ്ടാക്കാറുമില്ല കേട്ടോ. അപ്പോൾ ചോറാണെങ്കിൽ ആ ചോറെടുത്ത് കഴിക്കാറുണ്ട്. ഇങ്ങനെ കിട്ടണം ഇന്നത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ ശീലിപ്പിക്കാറുമില്ല കേട്ടോ. ചെറുത്തിലേ മുതൽ നമ്മളങ്ങനെ ശീലിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടൊന്നും ഉണ്ടാവില്ല. മറ്റേ എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പലഹാരം കിട്ടിയില്ല എന്നുള്ളതൊരു സംഭവം ഇങ്ങനെ ശീലമാകുമ്പോൾ അത് പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് ചോറാണെങ്കിൽ ചോറ് കൊടുക്കും. പലഹാരം ഉണ്ടാക്കാണ്ടെങ്കിൽ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും. എണ്ണക്കടികളാണ് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാറുണ്ടുള്ള സമയത്ത് വെറൈറ്റി എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഉള്ളതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യും. ഇന്നിപ്പോൾ പുട്ടായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. അതങ്ങ് കഴിഞ്ഞു. പഴം പുഴുങ്ങാനും വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി അടിച്ചു വാരി തുടയ്ക്കാനുള്ള ടാസ്ക്കാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിൽ വൈകിട്ടാണ് തുടയ്ക്കുക എന്നുള്ളത്. അടിച്ചു വാരാൻ 2 നേരം അടിച്ചു വാരിയിടും കേട്ടോ. രാവിലെ പിള്ളേരൊക്കെ പോയാൽ ഞാൻ അങ്ങോട്ട് എല്ലാവരും അടിച്ചു വാരിയിടാറുണ്ട്. ഇല്ലെങ്കിൽ പൂജുട്ടി അവൾ പോകുന്നതിൻ്റെ മുന്നേ എല്ലായിടത്തും നിന്ന് അടിച്ചു വാരിയിടാറുണ്ട് കേട്ടോ. വൈകിട്ട് എല്ലായിടും അടിച്ചു വാരി തുടച്ചിടും. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ ഒരു വൃത്തിയായി കിടക്കും. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുളിച്ച് വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മുടെ വീട് അങ്ങോട്ട് അലമ്പ് ഡെയിലി തുടയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തുടയ്ക്കുന്നതാണ്. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നാവോ പ്രത്യേക ആ ഒരു ഉഷാറും ഒരു പോസിറ്റിവിറ്റിയൊക്കെ നമുക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരിയിട്ടു. ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓടി ചാടി തുള്ളി പോണത്. ഇനി വേഗം തന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത്. എല്ലായിടവും തുടച്ചെടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റെയർ കേസിൻ്റെ അത് ഞാൻ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തുടയ്ക്കാറുള്ളൂ. അവിടെ പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാവാറില്ലല്ലോ, ചവിട്ടി കയറുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വിളക്ക് വെക്കണതിൻ്റെ താഴത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഞാൻ നിൽക്കണേ നമ്മൾ വിളക്ക് വെക്കണതിൻ്റെ ഇവിടെ സ്റ്റെയർ കയറിയിട്ട് ആ സ്ഥലം ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട്. വിളക്ക് വെക്കണതിൻ്റെ മുന്നേ ഉണ്ടാവും. രാവിലെ തുടച്ചിട്ടാണ് വിളക്ക് വയ്ക്കുക. അങ്ങനെയൊക്കെ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് വേഗം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ ചളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് തെറിക്കുള്ളൂ. പിന്നെ ഈ പൂച്ച വന്ന കാൽപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വേനൽക്കാലം ആകുമ്പോൾ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നിപ്പോൾ രാവിലെ ചനിപ്പിനാന്നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്കൊരു മഴയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട് കുറച്ച് ദിവസമായിട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങൾ പോണത്. വയ്യായും കാര്യങ്ങളൊക്കെ ആരോട് ചോദിച്ചാലും വയ്യ. തലവേദന, പനി, ജലദോഷം അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടായിരിക്കും. നമ്മുടെ അവിടെ എപ്പോഴും ഒരു തണുപ്പുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഈ കിച്ചണിൻ്റെ ഈ ഭാഗത്ത്. അപ്പുറത്ത് പാടാണ്. ആ പാടത്തുനിന്ന് വരുന്ന കാറ്റ് എന്ന് പറയുന്നത് നല്ല കാറ്റാണ്. അതുകൊണ്ട് കിച്ചണിൽ നിൽക്കുമ്പോൾ വിയർക്കുകയോ കാര്യങ്ങളോ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കിച്ചണും തുടച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ചവിട്ടിയൊക്കെ നേരെ പോലെ ഇട്ടിട്ട് നമ്മുടെ മോപ്പൊന്ന് ഊരിപ്പിഴിഞ്ഞ് അവിടെ അങ്ങോട്ട് ഇടാം.
ഇപ്പം ഈ പറഞ്ഞ പോലെ ഡെയിലി ഇപ്പം ഈ മോപ്പില്ലേ ഞാൻ തോട്ടിൽ പോണ സമയത്താണെങ്കിൽ നമ്മൾ ഡെയിലി തിരുമ്പാറുണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ കല്ലുള്ളതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് തിരുമ്പിയിടാൻ വേണ്ടിയിട്ട് പറ്റും. അതാകുമ്പോൾ അത്രയും തിരുമ്പുമ്പോൾ ഇല്ല അതിൻ്റെ ഒരു പിസ് പിസ് തന്നെ വരും. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി നല്ല സുഖമാണ്. അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് വേഗം തിരുമ്പിയതുണ്ടായിരുന്നു രാവിലെ തൊട്ടത്. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് നമ്മൾ കുളത്തിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, തിരുമ്പി ഓടുന്നുണ്ടായിരുന്നില്ലേ തലേ ദിവസത്തെ, അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ട് കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ട് മാറ്റിയിട്ടു. ബാക്കിയൊക്കെ എടുത്തിട്ടിട്ട് ആ സമയം കൊണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോടാണ് ഈ കാര്യം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുക്കുമ്പോൾ അത് കിട്ടണില്ല കേട്ടോ, ധൃതി കൂടിയിട്ട്. അപ്പോൾ പൂജയ്ക്കും കണ്ണൻകുട്ടിയും പറയാം ധൃതി കൂടിയിട്ട് ആ മെല്ലെ മതി, കുഴപ്പമില്ല. എനിക്ക് അവർക്ക് വിശക്കുമോ എന്നുള്ളൊരു വെപ്രാളാണ് എനിക്ക് കൂടുതൽ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല മോള് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പൂജട്ടി പറഞ്ഞു. കണ്ണൻകുട്ടി പിന്നെ അവൻ്റെ ഞാൻ എടുത്ത് കഴിച്ചിട്ട് ഞാൻ കളിക്കാൻ പൊക്കോളാമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തന്നത് പൂജട്ടിയാണ്, ഈ അടിച്ചു വരാനുള്ളതൊക്കെ. നമ്മളില്ലേ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വേഗം കഴിയും കേട്ടോ പരിപാടി. അല്ലെങ്കിൽ ഞാൻ ഈ ട്രൈപോഡ് അവിടെ കൊണ്ടുവച്ച് അത് ഓണാക്കി ഇങ്ങോട്ട് തന്നെ വരണം. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫാക്കാൻ അങ്ങോട്ട് തന്നെ പോകണം. പിന്നെ ഇത് കിട്ടിയോ ഇല്ലേ നോക്കണം. അങ്ങനെ പോയിട്ട് ഒരു 2-3 മണിക്കൂർ അങ്ങനെ പോകും. അങ്ങനെ വേഗം നമ്മളിതാ ഇവിടെയൊക്കെ അടിച്ചു വാരലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വേഗം പോയി ഒന്ന് തല കുളിക്കട്ടെ. ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് മീനും കാര്യങ്ങളൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ 2 നേരം തല കുളിക്കും വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും തല നനച്ചൊക്കെ കുളിച്ചു. ഇനി നമുക്ക് വിളക്ക് വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വിശന്നിരിക്കുക. പൂജട്ടിയും പറഞ്ഞതാ ഞാൻ മേലെഴുകിയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി, ഞാൻ മേലെഴുകി വരുമ്പോഴേക്കും നീയും മേലെഴുകിയിട്ട്, കുളിച്ച് വരുമ്പോഴേക്കും നീയും മേലെഴുകിയിട്ട് വായോ, എന്നാൽ ഒരുമിച്ച് നമുക്ക് ചായ കുടിക്കാം, ബാക്കി പരിപാടിയൊക്കെ പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുളി കഴിഞ്ഞ് വിളക്ക് വെക്കുകയാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ എപ്പോഴും എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു വൈകുന്നേര സമയം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സമയമാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് എനിക്ക്. ഒരു 5:30-6 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് വിളക്കൊക്കെ വെച്ച് ദീപമൊക്കെ തെളിയിച്ച് നാമൊക്കെ ചൊല്ലി ഇപ്പം ഈ പറഞ്ഞ പോലെ കുന്തുരുക്കൊക്കെ കത്തിച്ച് നമ്മുടെ വീടൊക്കെ പുകച്ച് ഒരു പ്രത്യേക ഫീൽ കിട്ടും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെയാണ് ഈ സമയത്ത് എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടം വൈകുന്നേരം ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എനിക്ക് ഗുരുവായൂർ ഇതേപോലെ ഒന്ന് പോകണമെന്നുണ്ട്. അന്ന് നമുക്ക് അവിടെ നിൽക്കണം, സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ തൊഴാൻ പോകണം എന്നൊക്കെ ഉണ്ട്. എന്താ നടക്കുകയെന്ന് അറിയില്ല. ഡെയിലി മാസത്തിൽ ഒരു പ്രാവശ്യം തന്നെ പോകാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കുന്നത് വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ ദീപമൊക്കെ തെളിയിച്ച് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും പൂജിട്ടിരുന്നു. കണ്ണൻകുട്ടി കളിക്കാൻ പോയി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ദീപം തെളിയിച്ച പാടന്നെ ചായ കുടിക്കായിരുന്നു വിശന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.